ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലൈവ് മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും വോയിസിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ അത് തന്നെയാണ് നമ്മളിപ്പോൾ ക്ലാസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിക്കിം, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെയാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ആൻസർ ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ആൻസർ ഓപ്ഷൻ സി റോഹ, മംഗലാപുരം എന്നീ സ്ഥലങ്ങളെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. ആൻസർ ഓപ്ഷൻ ഡി 14444 14444. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ 8 താമരകളാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? ആൻസർ ഓപ്ഷൻ ഡി നോവൽ. ആനന്ദമഠം ഒരു നോവലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേല ചെയ്താൽ കൂലി വേണം, ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വേല ചെയ്താൽ കൂലി വേണം, ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറേ സ്വാതന്ത്ര്യദിന ക്വിസിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. ഏത് സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി അമരാവതി സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ എ തലക്കൽ ചന്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം.
KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭമേത്? ആൻസർ ഓപ്ഷൻ ബി, മൊറാഴ സമരം. മൊറാഴ സമരത്തിലാണ് KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആര്? നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ഗാന്ധിജി. ഗാന്ധിജിയാണ് നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ആരാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ എ, ദീനബന്ധുമിത്ര. ദീനബന്ധുമിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ എ, 32-ാം അനുച്ഛേദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി, സാരാനാഥിലാണ് അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? അതായത് തെറ്റായ മറുപടി കൊടുത്ത ആ ഉദ്യോഗസ്ഥന്റെ മേൽ അത് ശരിയായ മറുപടി ആക്കുന്നത് വരെ, അത് തിരുത്തുന്നത് വരെ ഓരോ ദിവസം എത്ര രൂപ വരെ പിഴ ചുമത്താം? ആൻസർ ഓപ്ഷൻ ബി, 250 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി, മൗലിക കടമകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ എ, DK കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം? അതെല്ലാവർക്കും അറിയുന്ന ആൻസർ ആണല്ലേ, ആന. ഞാൻ അതിന് ടൈം കളയണില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, എറണാകുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ? ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ? അറബിക്കടലിലാണ് പ്രധാനമായും ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂരിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം?
സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലോകായുക്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഉത്തരാഖണ്ഡ് കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം? ആൻസർ ഓപ്ഷൻ ഡി, മാൻഹോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജനന സ്ഥലം? ആൻസർ ഓപ്ഷൻ എ, ചെമ്പഴന്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, വി.ടി. ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്രയുടെ പോഷക നദി? ആൻസർ ഓപ്ഷൻ സി, തിസ്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ആൻസർ ഓപ്ഷൻ എ, ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരിപ്പാതയാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരിപ്പാതയാണ്? ഈ ചോദ്യം റദ്ദാക്കിയതാണ്, കാരണം 4 വരിയും 6 വരി പാതകളുമുണ്ട്. 2 ഓപ്ഷൻസ് ഇതിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. കൂടുതൽ 6 വരി പാതകളാണെങ്കിൽ പോലും 2 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ റദ്ദാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല? ആൻസർ ഓപ്ഷൻ സി, വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു? കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു? ആൻസർ ഓപ്ഷൻ ബി, തോറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്ത്? കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ എ, വാടക ഗർഭധാരണ നിയന്ത്രണം. വാടക ഗർഭധാരണ നിയന്ത്രണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം? കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം? ആൻസർ ഓപ്ഷൻ സി, നിഹാൻ സരിൻ. നിഹാൻ സരിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന കായിക ദിനം? കേരള സംസ്ഥാന കായിക ദിനം? ആൻസർ ഓപ്ഷൻ സി, ഒക്ടോബർ 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ? വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ?
തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയായ ഉത്തരമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാട്ടിലെ കനത്ത വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടി നിർമ്മിച്ചത് തന്നെയാണ്. എന്നാൽ കിഴക്ക് മലകളിൽ നിന്നും പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന അധിക വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നേരിട്ട് അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുക എന്നതാണ് ഈ ഒരു സ്പിൽവേയുടെ ലക്ഷ്യം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിൽ ദേശീയപാത 66 സമീപം കടലിനോട് ചേർന്നാണ്. ഇത് കായലിന് നടുവിലുള്ള ഒരു തടയണയല്ല. എന്നാൽ തണ്ണീർമുക്കം ബണ്ട് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കായലിലേക്കും കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്കും കയറുന്നത് തടയാൻ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ച യഥാർത്ഥ തടയണ ഇതാണ്. വെള്ളപ്പൊക്ക സമയത്ത് ഇതിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കിക്കളയാറുമുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിന്റെ മധ്യത്തിൽ ആലപ്പുഴയിലെ തണ്ണീർമുക്കത്തെയും കോട്ടയത്തെയും വെച്ചൂരിനെയും ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണ യഥാർത്ഥത്തിൽ തണ്ണീർമുക്കം ബണ്ടാണ്. എന്നാൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ കായലിലേക്ക് വെള്ളം എത്തും മുൻപ് കടലിലേക്ക് തിരിച്ചുവിടുന്ന സംവിധാനം യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്